ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് റേഷനരി വെച്ചിട്ട് നല്ലൊരു നെയ്പ്പത്തലിൻ്റെ റെസിപ്പിയാണ്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നെയ്പ്പത്തൽ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണ് നോക്കാം. അതിന് 2 കപ്പ് റേഷനരി എടുത്തിട്ട് അത് തിളച്ച വെള്ളത്തിൽ ഒരു 3-4 മണിക്കൂർ ഇട്ട് വെച്ചതാണ്. അപ്പോൾ രാവിലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ ഇട്ട് വെക്കാം. അപ്പോൾ നന്നായി കഴുകിയെടുക്കുക. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 2 ബാച്ചായിട്ട് അരച്ചെടുക്കുക. ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കൊന്നും വേണ്ട, ഒരു തരിതരിപ്പോട് കൂടി തന്നെ അരച്ചെടുക്കുക. ഞാൻ 2 ബാച്ചായിട്ടാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ആ ജാറിലേക്ക് തന്നെ 1 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളിയും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ജീരകവും വലിയ ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു അരച്ച മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടി ഇട്ടെടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു കൈ കൊണ്ട് ഇതുപോലെ ഉരുട്ടാൻ പാകത്തിൽ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതുപോലത്തെ ഒരു കവറെടുത്ത് അതിലേക്ക് ഇതുപോലെ എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി ഈ മാവ് ഇതുപോലത്തെ ഓരോരോ ഉരുളയായി ഇങ്ങനെ ഇതുപോലെ കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കുക. പിന്നെ അധികം തിന്നായി പരത്തേണ്ട, കുറച്ച് കട്ടിയോടെ തന്നെ പരത്തിയെടുക്കുക. നെയ്പ്പത്തലാകുമ്പോൾ അത്യാവശ്യം കട്ടി വേണം, എന്നാൽ എണ്ണയിലേക്ക് ഇടുമ്പോൾ നല്ല പൊള്ളിച്ച് വരുള്ളൂ. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിം തന്നെ എണ്ണ കിടക്കണം. ഇത് ഇട്ട പാടെ തന്നെ പൊങ്ങി വരില്ല, കുറച്ച് കഴിഞ്ഞ ശേഷമേ പൊങ്ങി വരുള്ളൂ. അപ്പോൾ പൊങ്ങി വന്നതിന് ശേഷം തവി കൊണ്ട് ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ നന്നായി പൊള്ളിച്ചോളും. അപ്പോൾ ഒന്ന് കുറച്ച് കഴിഞ്ഞ ശേഷം ഒന്ന് മറിച്ചിട്ടെടുക്കുക. അപ്പോൾ 2 ഭാഗവും നല്ലൊരു കളറായി വരുമ്പോൾ ചട്ടിയിൽ നിന്ന് കോരി മാറ്റി എടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. നല്ല ടേസ്റ്റി ആയൊരു നെയ്പ്പത്തലാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ഉള്ളൊക്കെ നല്ല വെന്ത് തന്നെ വന്നിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു നെയ്പ്പത്തലാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.